വളരെ ഫണ്ണി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കണ്ടിരുന്ന് ചിരിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഫണ്ണിയസ്റ്റ് മൊമെന്റ് സീരീസിലെ നെക്സ്റ്റ് പാർട്ടുമായി ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിരുന്ന് എൻജോയ് ചെയ്യാൻ സാധിക്കുന്ന ധാരാളം സംഭവങ്ങൾ ഇതിലുണ്ട്. അവ ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഉടനെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങൾക്കൊക്കെ വല വീശുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഇല്ലെങ്കിൽ വല വീശലിൽ പ്രോ ആയ ഈ ചേട്ടൻ നിങ്ങൾക്ക് അതിൽ നിന്ന് ഇവിടെ പഠിപ്പിച്ചു തരുന്നതാണ്. അപ്പൊ നേരെ ശ്രദ്ധിച്ച് കണ്ടു പഠിച്ചോ, ജീവിതത്തിൽ ഉപകാരപ്പെടും. ഇവിടെ നമുക്ക് കാണാം രണ്ടുപേർ വണ്ടി ഓടിച്ചു വരികയായിരുന്നു. അപ്പൊ മുന്നിൽ നോക്കുമ്പോ അതാ പോലീസ്. അപ്പൊ പിന്നെ പോലീസിന്റെ കയ്യിൽ പെടാതിരിക്കാൻ അവന്മാര് ചെയ്തത് എന്താണെന്ന് കാണാം. പിന്നെ അല്ല, ആരാന്റെ വീടാണെന്നൊന്നും നോക്കണ്ട, നമുക്ക് രക്ഷപ്പെട്ടാ പോരെ. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും, കുറച്ചു മുൻപ് വരെ റീൽസിൽ കരിങ്കാളിയിലെ ട്രെൻഡൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ റീൽസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ഇത് ഈസി അല്ലേ എന്നൊക്കെ തോന്നും. പക്ഷെ അതൊന്നും അത്ര എളുപ്പമല്ല ഗൈസ്, നല്ല ബുദ്ധിമുട്ടുള്ള പണിയാണ്. അത് ഇവരെ ഈ റീൽസ് എടുക്കാൻ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. ദേഷ്യം ചിരിക്കും, ഇപ്പുറത്ത് ചിരിക്കും, ഇപ്പുറത്ത് ചിരിക്കും, ഇപ്പുറത്ത് ചിരിക്കും. ദേഷ്യം 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 ദേഷ്യം. ബസ്സിലും കാറിലും ഒക്കെ പോകുമ്പോൾ കയ്യും തലയൊന്നും പുറത്തിടരുതെന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുപോലെ ഭക്ഷണം കഴിക്കാൻ റെസ്റ്റോറന്റിൽ പോയാലും വിൻഡോ സീറ്റിൽ ഇരിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇതുപോലുള്ള ചിലർ അവിടെ പ്രത്യക്ഷപ്പെട്ടേക്കാം. നിന്നെ ഞാൻ വിളിക്കും, കൊണ്ടിട്ട് പോകണം. അപ്പൊ നിനക്ക് നല്ല പ്രായം കാണും, ഒരു 10-35 വയസ്സ്. ഞാനും എന്റെ പിള്ളേരും വരും. നീ കാത്തിരിക്കുകയാണ് എന്റെ മോനെ കൊണ്ട് നിന്നെ ഞാൻ പിന്നെ അല്ല, ആളറിഞ്ഞ് കളിക്കുമോളെ. ഇനി കുറച്ച് ഫുട്ബോൾ കാഴ്ചകളാകാം. ആദ്യം തന്നെ കേരളത്തിലെ നിലവിലെ ഏറ്റവും മികച്ച ഫിനിഷറിൽ നിന്ന് തന്നെ തുടങ്ങാം. Ancora Messi, 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 ancora Messi. അടുത്തതൊരു ഫുട്ബോൾ മാച്ച് വിത്ത് അറബിക് കമന്ററി ആണ്. എന്തൊക്കെയാണ് അവന്മാര് പറയുന്നത്, പക്ഷെ അറബിക് കമന്ററിയിൽ തുടങ്ങി പിന്നെ അവസാനം അത് വേറെന്തൊക്കെ ആയിട്ടുണ്ട്. منة توسر نير أسد فيرلايت ستاديوم مناج كرة القدمية المناج فاست بيزية مناج كلماي مناج പതിട്ടില്ല مناج ത്രോ മണ്ടി ഏതായി അലവലാതി? Look man, I am not an alabalaji. I am Pavanai. Okay. Ja. Manu. Chop Manu. Minaj. هذا كرة القدمية يعطف في كرة القدمية الله مناج أنت متقان ഓടി വരുന്നു മിനാജ്. Habibi, come to Saudi. രാത്രി 12 മണിക്ക് ദമ്പതികൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. ഇപ്പൊ രാത്രി 12 മണി അടുത്താകുമ്പോൾ ഈ സമയത്ത് ഞങ്ങൾ എന്താണ് ചെയ്യാൻ പോണെന്ന് നിങ്ങൾക്കറിയാമോ? ഞങ്ങൾ രണ്ടുപേരും കിടന്നുറങ്ങാൻ വേണ്ടി പോകണം. എല്ലാവരും കിടന്നുറങ്ങിക്കും. ഗുഡ് നൈറ്റ്. ഇവിടെ നമുക്ക് കാണാം, ഒരു കുട്ടി തനിക്ക് ഒരു കൈയില്ല, പൈസ തന്ന് സഹായിക്കണം എന്നൊക്കെ പറഞ്ഞു വന്നിരിക്കുകയാണ്. എന്തായാലും വളരെ ദുഃഖകരമായ കാഴ്ച തന്നെയാണ്. അപ്പൊ അവരിനി പൈസ കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ফোন পে নিস? ফোন পে? না, ফোন পে হয় না। আচ্ছা, অনলাইন হয় না।
অনলাইন না ঠিক আছে কার্ড ফাট কিছু আছে মেশিন টেশিন নেই আচ্ছা ঠিক আছে আচ্ছা টাকাটা একবার গুনে দেখা তো 2 হাত দিয়ে 1 হাত দিয়ে না 2 হাত দিয়ে গুন ঠিক আছে বাহ അടുത്തതായി കാണുന്ന ഈ രംഗത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കാണുന്ന ഈ പുള്ളിയോട് 12 മാസങ്ങളും ക്രമത്തിലൊന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ അവന്റെ ഉത്തരം കണ്ടോളൂ. जनवरी फरवरी मार्च अप्रैल मई जुलाई सितंबर अठुंबर नवंबर संडे मार्च अप्रैल मई जुलाई अखुंदर नवंबर अक्टूबर 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 नवंबर दिसंबर ठंड आई है पंजाब. ഇതിപ്പോ ക്രമത്തിൽ പറഞ്ഞില്ല എന്ന് മാത്രമല്ല സ്വന്തമായി അവൻ 5-6 മാസം ആടും ചെയ്തിട്ടുണ്ട്. എന്തായാലും അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നന്നായി തന്നെ ചെയ്തു. ഞാൻ പോകുന്നു. ബൈ ബൈ. കണ്ടില്ലേ, ഡാൻസിനിടയ്ക്ക് ഒരു സ്റ്റെപ്പ് തെറ്റിപ്പോയെന്ന് വിചാരിച്ച് നമ്മൾ തളരരുത്. അതാണ് ഇവനിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്കറിയാം, കേരളത്തിൽ പല നാടുകളും നല്ല കട്ട ഫുട്ബോൾ ഫാൻസിന്റെ നാടുകളാണ്. അതുകൊണ്ട് തന്നെ അവർ പലപ്പോഴും വേറെയുള്ള പണികളൊക്കെ മാറ്റിവെച്ച് ഫുട്ബോൾ മത്സരങ്ങൾ കാണാൻ വേണ്ടി പോകാറുണ്ട്. പക്ഷേ സ്വന്തം കല്യാണത്തിന്റെ അന്ന് ഫസ്റ്റ് ഡേറ്റ് പോലും മാറ്റിവെച്ച് കളി കാണാൻ പോയി എന്ന് പറയുമ്പോൾ അതിന്റെ തീവ്രത നമ്മൾ മനസ്സിലാക്കണം. വിളിച്ചിട്ടുണ്ടില്ലേ എന്താണ് ഹംസേ പറഞ്ഞു ആരാ ഭരണേന്ന് നോക്കി. ഇവിടെ നമുക്ക് കാണാം 3 സുഹൃത്തുക്കൾ വണ്ടി ഓടിച്ച് പോവുകയാണ്. അവർ അതിന്റെ വീഡിയോയും എടുക്കുന്നുണ്ട്. വീഡിയോ എടുത്ത ശേഷം അത് സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ ഇട്ട് ആഘോഷിക്കാമെന്നൊക്കെയാണ് അവർ വിചാരിച്ചത്. പക്ഷെ സംഭവങ്ങൾ അവർ വിചാരിച്ച ദിശയിലല്ല പോയത്. പുതിയ മുഖ നിങ്ങൾക്ക് പലർക്കും കാണും എത്ര പ്രധാനപ്പെട്ട ക്ലാസ് ആണെങ്കിലും അതിനിടയ്ക്ക് പോത്ത് പോലെ കിടന്നുറങ്ങുന്ന ഒരു സുഹൃത്ത്. അത് പിന്നെ ഒരു അപരിചിതം പെട്ടെന്ന് വന്ന് കയറി പിടിച്ച ആരായാലും ഞെട്ടിപ്പോയില്ലേ? ഇതെന്താണ്, ഒരു മര്യാദയൊക്കെ വേണ്ടേ? എങ്ങനെ ഇതിനുള്ളിൽ കയറുക? ഇതെന്താ ഇത്? അച്ഛാ പാന്റ്. അപ്പൊ ഇനി നമുക്ക് മികച്ചൊരു പ്രാങ്ക് അങ്ങ് കാണാം. തീർച്ചയാണെങ്കിൽ ഹലോ ഹലോ കാണിച്ചു തരാം. ഞാൻ ആരാണെന്ന് നീ വിചാരിച്ച ഞാൻ നിനക്ക് കാണിച്ചു തരാം. നീ എന്റെ ദേഹത്തോട്ടത്തിന് എന്റെ ദേഹത്തോട്ടാണ് ഭൂലോകത്ത് നീ ഇനി എന്നെ കൊന്നു കളഞ്ഞാല് ഈ ഭൂലോകത്ത് ഇനി നമുക്ക് വളരെ രസകരമായ ഒരു ചലഞ്ച് കൂടി കണ്ടിട്ട് ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കാം. ക്രഷിന്റെ പേര് പറ. ഇഷ്ടിക. എങ്ങനെ ഇരിക്കണം? അല്ല ഇതിപ്പോ എന്തിനാ എക്സാം എഴുതുന്നേ? ആരുടെ ബർത്ത്ഡേ? അതാണ് എന്താണ്? കഥകളി. എനിക്ക് കഥകളി. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല.
ഇത്രേ ചെയ്തുള്ളൂ. വൈകിട്ട് എന്താ പരിപാടി? വീട്ടിൽ എത്തുമ്പോ വിളിക്കാനാ. ഏതോ പെൺകുട്ടി വിളിച്ചിട്ടേ സുഖാണെന്ന് ചോദിക്കുക. തീരാ ഇഷ്ടമാണ്. എനിക്കും ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ തയ്യാറുമാണ്. നാടെവിടാ? നാളെ വരാനാ? ഓമിനടുത്തേ ഞാൻ പോവാ. ആ രമണിയച്ചക്ക് ഒരു ഉരുളി കൊടുക്കാന്ന് പറഞ്ഞിരുന്നേ. നീ എന്ത് തേങ്ങയാടാ ഈ പറയണേ? ഹിന്ദി ഏതെങ്കിലും ഇതെന്താ നഴ്സറി സ്കൂളാ? ഐലൈനർ. അരി. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? തട്ടം. ഞാൻ വിചാരിച്ചു ഹിന്ദിക്ക് ചന്തി മാത്രം അറിയുള്ളൂ. ക്രിസ്ത്യാനോ റൊണാൾഡോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രത്തോളമായിരുന്നു. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.